തോൽവികളിൽ ഭയക്കുന്നവരാണോ നിങ്ങൾ? പല തോൽവികളും വലിയൊരു വിജയത്തിൻ്റെ തുടക്കമാകുമെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ എന്തിന് ഭയക്കണം? പരിശ്രമിച്ചു കൊണ്ടേയിരുന്നാൽ ഏത് തോൽവിയും മാറ്റി നിർത്തി വിജയത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കുമെന്ന് പലരും തെളിയിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കൂട്ടുകാർ ഒരാളുടെ കഥ അറിഞ്ഞാൽ മതി. ലോകമൊന്നാകെ ബഹുമാനിക്കുന്ന എബ്രഹാം ലിങ്കൺ എന്ന മുൻ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ കഥ. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആയി മാറിയ ആളല്ല എബ്രഹാം ലിങ്കൺ. പലതവണ തോറ്റിട്ടും പിന്മാറാതെ തൻ്റെ ആഗ്രഹങ്ങളിൽ ഉറച്ചു നിന്ന് ഒടുവിൽ അമേരിക്കയുടെ തലപ്പത്തേക്ക് നടന്നെടുക്കുകയായിരുന്നു അദ്ദേഹം. കൊടും ദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചു വീണത്. ജീവിതത്തിലുടനീളം നേരിട്ട് നിരവധി പരാജയങ്ങൾ. 8 തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം പരാജയപ്പെട്ടു. 2 തവണ ബിസിനസ് തകർന്നു. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ പലതവണ ജീവിതത്തിൽ വെല്ലുവിളിയായി. പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ പോലും അസുഖങ്ങൾ മൂലം പലതവണ രാജിവെക്കേണ്ട അവസ്ഥകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ സ്വപ്നത്തിനും രാജ്യത്തിനുമൊപ്പം ഉറച്ചു നിന്നു. 1832 സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോഴായിരുന്നു ലിങ്കൻ്റെ ആദ്യ പരാജയം. 1834 സംസ്ഥാന നിയമസഭയിലേക്ക് വീണ്ടും മത്സരിച്ച് ജയിച്ചെങ്കിലും 1838 സംസ്ഥാന നിയമസഭയുടെ സ്പീക്കറാകാൻ മത്സരിച്ച് വീണ്ടും പരാജയപ്പെട്ടു. 1840 1843 വീണ്ടും പരാജയം. അതിനിടെ 1846 അമേരിക്കൻ കോൺഗ്രസിലേക്ക് മത്സരിച്ച് വിജയിച്ചു. 1848 വീണ്ടും തോൽവി. 1854 അമേരിക്കൻ ഐക്യനാടുകളിലെ സെനറ്റിലേക്ക് മത്സരിച്ച് വീണ്ടും തോറ്റു. 1856 മറ്റൊരു പരാജയം കൂടി സംഭവിച്ചു. 1858 വീണ്ടും US സെനറ്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടു. ഒടുവിൽ 1860 അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡൻ്റായി എബ്രഹാം ലിങ്കൺ എത്തി. ആദ്യ തോൽവിയിൽ അദ്ദേഹം പിന്തിരിഞ്ഞുവെങ്കിൽ ലോകത്തിന് ഒരു മികച്ച ഭരണാധികാരിയെ നഷ്ടമാകുമായിരുന്നു. തോൽവി എന്ന വാക്കിനെ കഠിനാധ്വാനം എന്ന വാക്കുകൊണ്ട് തിരുത്തി ലിങ്കൺ അന്ന്. നിങ്ങൾക്കും അങ്ങനെയാകാം എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ എത്ര തവണ തോറ്റാലും നിങ്ങൾ പരിശ്രമം ഉപേക്ഷിക്കരുത്. കഠിനാധ്വാനം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. മറിച്ച് 1 തവണ തോറ്റു, 2 തവണ തോറ്റു, 3 തവണ തോറ്റു. എബ്രഹാം ലിങ്കൺ തൻ്റെ പരിശ്രമം ഉപേക്ഷിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ഇന്നൊരു അമേരിക്കൻ പ്രസിഡൻ്റ് ആകത്തില്ല. എന്ന് പറയുന്നത് പോലെ ഈ കഥ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും പരിശ്രമം തുടർന്നു കഴിഞ്ഞാൽ, കഠിനാധ്വാനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ തന്നെ നിങ്ങൾ എത്തിച്ചേരുമെന്ന് ആശംസിക്കുന്നു.